മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മൾ ഈ പിതൃകർമ്മം ചെയ്യാറുണ്ട്. അതിൽ പിണ്ടം വയ്ക്കുക എന്നൊരു ചടങ്ങുണ്ട്. ആ പിണ്ടം വയ്ക്കുന്നത് നമ്മൾ പറയാറുണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ് എന്ന് പറയാറുണ്ട്. ചിലർ ചോദിക്കാറുണ്ട്, മരിച്ചുപോയ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ ഇത്തിരി ചോറ് കൊടുത്താൽ മതിയാവോ, അതുകൊണ്ട് ഞാനത് ചെയ്യണില്ല എന്ന് പറയാറുണ്ട്. ചെയ്യണ്ടാത്തവർക്ക് ചെയ്യണ്ട, ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാം. പിന്നെ വേറെ ചിലർ വളരെ ആധികാരികമായിട്ട് വന്നിട്ട് എന്നോട് പറയാറുണ്ട്, എൻ്റെ അച്ഛന് ഞാൻ കാശിയിൽ പോയിട്ട്, രാമേശ്വരത്ത് പോയിട്ട്, തിരുനെല്ലിയിൽ പോയിട്ട് പിതൃകർമ്മം നടത്തി, അവർ സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞു, അതുകൊണ്ട് പിന്നെ ശ്രാദ്ധം പിണ്ടം വെക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഉണ്ട ചോറ് വെച്ചത് കൊണ്ട് നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് ധരിക്കുന്നത് മണ്ടത്തരാണ്. കാരണം ഇവിടെ കൊടുക്കുന്ന കർമ്മത്തിന് സ്വർഗത്തിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ഇമെയിലും SMS ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. ആരോ ഒരാൾ പറഞ്ഞു അവർ സ്വർഗത്തിലേക്ക് പോയിന്ന്. ഇപ്പൊ നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മുത്തച്ഛനോ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാവുന്ന നികൃഷ്ട നീച കർമ്മങ്ങൾ മുഴുവനും ചെയ്തു എന്ന് വിചാരിക്കാം. എന്നിട്ട് നിങ്ങൾ പിണ്ടം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയുന്നത് ശരിയല്ലല്ലോ, ലോജിക്കല്ലല്ലോ. അവർ ചെയ്യാനുള്ള കർമ്മങ്ങൾ, അവർ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ അവരനുഭവിച്ചേ തീരും. അതിൽ നിങ്ങൾ പിണ്ടം വെച്ചത് കൊണ്ടോ ഞാൻ പിണ്ടം വെച്ചത് കൊണ്ടോ ഒന്നും കർമ്മബലം അനുഭവിക്കാതിരിക്കില്ല. അത് സഞ്ചിത കർമ്മഫലമായിട്ടും ആർജിത കർമ്മഫലമായിട്ടും പ്രാരബ്ധ കർമ്മഫലമായിട്ടും അനുഭവിക്കാനാണ്. ജാതസ്യ ഹി ധ്രുവോർ മൃത്യുഹു ധ്രുവം ജന്മമൃതസ്യ ച. ജനനമരണങ്ങളിലൂടെ കടന്നു പോകുന്നത് വളരെ വ്യക്തമായിട്ട് സയന്റിഫിക് ആയിട്ട് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ബ്രയൻ എൽ വൈസ് എന്ന കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്കാട്രിസ്റ്റ് റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസത്തിലൂടെ അദ്ദേഹത്തിന്റെ 2-3 പുസ്തകങ്ങളുണ്ട്. വളരെ നല്ല രീതിയിൽ അത് വിവരിക്കുന്നുണ്ട്. പുനർജന്മത്തെക്കുറിച്ച് കർമ്മബലവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിന് പറയുന്നത്. അപ്പൊ ശരിക്ക് ഈ പിണ്ടം വെക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? വളരെ നല്ലൊരു ചടങ്ങാണ്. അർത്ഥം അറിഞ്ഞുകൊണ്ട് ചെയ്യണം, എങ്കിലേ അതിന് ഫലമുള്ളൂ. യഥാർത്ഥത്തിൽ വെസ്റ്റേൺ ഡെവലപ്ഡ് കൺട്രീസിൽ താങ്ക്സ് ഗിവിംഗ് ഡേ ഉണ്ട്. നന്ദി പ്രകാശിപ്പിക്കുക. അത് ഈശ്വരനും പ്രകൃതിക്കും ഒക്കെ ഉള്ള നന്ദിയാണ്. വേനൽക്കാലം കഴിഞ്ഞു, മഞ്ഞുകാലം വരാൻ പോകുന്നു, തണുപ്പ് വരാൻ പോകുമ്പോൾ ആ തണുപ്പ് കാലത്ത് കഴിക്കാനുള്ള സർവ്വതും പ്രകൃതി വേനൽക്കാലത്ത് തന്നെ നമുക്ക് തന്ന് സുഭിക്ഷമായ ഭാവി ജീവിതത്തിന്, ഭാവി എന്ന് വെച്ചാൽ വിന്റർ സീസണ് വേണ്ടിയിട്ടെല്ലാം തരിക. അങ്ങനെ പ്രകൃതി നമുക്ക് തന്നതിന് പ്രകൃതിയോടുള്ള കടപ്പാടാണ് താങ്ക്സ് ഗിവിംഗ് ഡേ. എക്സാക്ട്ലി കർക്കിടകത്തിലെ കർത്തവാവിനോ അല്ലെങ്കിൽ പിതൃകർമ്മം നടത്തുന്ന ദിവസമോ ചൊല്ലുന്ന മന്ത്രങ്ങളും അതേപോലെ താങ്ക്സ് ഗിവിംഗ് ഡേയുടെ നമ്മുടെ താങ്ക്സ് ഗിവിംഗ് ഡേ ആണ്. അത് ആകാശത്തിന്റെ മുകളിൽ സ്വർഗത്തിലോ നരകത്തിലോ ഇരിക്കുന്ന മാതാപിതാക്കൾക്കോ അങ്ങനെയുള്ളവർക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഉണ്ട ഇവിടെ ഇടുകയല്ല. അങ്ങനെ വിവരിച്ച് ധാരണ ഉണ്ടാക്കിയാൽ പോലും തെറ്റാണ്. ഇനി നോക്കാം മന്ത്രത്തിന്റെ അർത്ഥം ഒന്ന് നോക്കാം. പിതൃകർമ്മത്തിന്റെ ചടങ്ങ് വേറൊരു ദിവസം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ മന്ത്രം മാത്രമാണ് പറയാം. മാതൃവം ആബ്രഹ്മണോയേ പിതൃവംശജാത. ആബ്രഹ്മണം എന്ന് വെച്ചാൽ ഈ ബ്രഹ്മാണ്ടത്തിൽ എന്ന അർത്ഥമാണ്. ആബ്രഹ്മണോയേ പിതൃവംശജാത, എൻ്റെ അച്ഛന്റെ വംശത്തിൽ ജനിച്ചവര്. കാരണം അച്ഛനാണ് ബീജദാതാവ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് അവിടെ നിന്നാണ്. അമ്മയുടെ ഗർഭത്തിൽ അണ്ട ഉണ്ടായിരുന്നു, പക്ഷെ അത് അച്ഛന്റെ ബീജം വരുമ്പോഴാണ് നമ്മളായി മാറിയത്. അബ്രഹ്മണോയേ പിതൃവംശജ, എൻ്റെ അച്ഛന്റെ മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കളായിട്ട് ആ വംശത്തില് എത്ര തലമുറ പുറകോട്ട് പോയാലും വിരോധമില്ല. ആ തലമുറയിൽ ജനിച്ചവർക്ക് അബ്രഹ്മണോയേ പിതൃവംശജാത മാതുസ്തദാ വംശഭവാമതീയ. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ വംശത്തിൽ ജനിച്ചവര്, അമ്മയുടെ അച്ഛനമ്മമാര്, അവരുടെ അച്ഛനമ്മമാര്. അപ്പോ ഓർമ്മിക്കുക, പറയുന്നതിനനുസരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നു. അബ്രഹ്മണോയേ പിതൃവംശജാത
മാതുസ്തദാ വംശഭവാമദീയ. മദീയ എന്ന് വെച്ചാൽ ഞങ്ങളുടെ വംശത്തിൽ ജനിച്ചവര്. വംശദ്വയേസ്മിൻ മമ ദാസഭൂത. ശരിക്കും നിർമ്മലാനന്ദഗിരി പറഞ്ഞത് ഒരു ഡോക്ടർക്കോ എഞ്ചിനീയർക്കോ അതുപോലെ ഉള്ളവർക്കല്ല താങ്ക്സ് ആദ്യം നന്ദി കൊടുക്കേണ്ടത്, നമ്മളുടെ ദാസന്മാർക്കാണ്. ശരിക്കും എന്ത് ഭംഗിയായിട്ടാണ് മന്ത്രത്തിൽ അത് പറയുന്നതെന്ന് നിർമ്മലാനന്ദഗിരിയുടെ ഒരു യൂട്യൂബ് സ്പീച്ച് കണ്ടപ്പോഴാണ് എനിക്കത് അത്ഭുതം തോന്നി. അദ്ദേഹം എന്ത് ഭംഗിയായിട്ട് അത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്, നിർമ്മലാനന്ദഗിരിയെ കുറിച്ച് പറയുമ്പോൾ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോ വംശദ്വയേസ്മിൻ, രണ്ട് വംശത്തിൽ, എൻ്റെ അച്ഛൻ്റെ വംശത്തിലോ എൻ്റെ അമ്മയുടെ വംശത്തിലോ, വംശദ്വയേസ്മിൻ ആരൊക്കെ എൻ്റെ സർവൻ്റായിട്ട്, എൻ്റെ ദാസന്മാരായിട്ട്, എന്നെ സർവ് ചെയ്യുന്നവരായിട്ട് ജനിച്ചിട്ടുണ്ടോ. അപ്പൊ ആദ്യം അച്ഛൻ്റെ വംശത്തിലുള്ളവർക്ക്, പിന്നെ അമ്മയുടെ വംശത്തിലുള്ളവർക്ക്, പിന്നെ ഇവർക്കും എനിക്കും ഉൾപ്പെടെ ഞങ്ങളെ സഹായിച്ചവരോടുള്ള കടപ്പാടൊന്നും നമ്മൾ പൈസ കൊടുത്താൽ തീരില്ല. വംശദ്വയേസ്മിൻ മമ ദാസഭൂത ഭൃത്യാഹ തദൈവ ആശ്രിത സേവകാശ്ച. വരികൾ നോക്കുക. മൂന്നാമത്തെ വരിയിൽ ഏതാ വരുന്നത്? ഭൃത്യന്മാര്, സർവന്റ്. സർവ് ചെയ്തവരല്ല, അതിനേക്കാളും താഴെയുള്ളവര്. മറ്റേത് സർവ് ചെയ്തത് സേവകന്മാരാണ്. ഇത് ഭൃത്യന്മാര്, ജോലിക്കാര്. ഭൃത്യാഹ തദൈവ ആശ്രിത സേവകാശ്ച. എന്നെ ആശ്രയിച്ചും ഞാൻ ആരെയെല്ലാം ആശ്രയിച്ച് ജീവിച്ചോ അവർക്ക്. ഭൃത്യാഹ തദൈവ ആശ്രിത സേവകാശ്ച. ഇവിടെ സേവകാശ്ച എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. എന്നെ സേവിച്ചവരെന്നുള്ള അർത്ഥമുണ്ട്. ജീവിക്കാൻ വേണ്ടി ഞാൻ ഏത് സ്ഥാപനത്തിലാണോ എംപ്ലോയി ആയിട്ട്, സർവൻ്റായിട്ട് വർക്ക് ചെയ്തത്, അയാൾ എനിക്ക് അന്നദാതാവാണ്, അയാൾ എനിക്ക് ഭക്ഷണം തന്ന ആളാണ്. എന്ത് ഭംഗിയായിട്ട്. അപ്പൊ ഭൃത്യാഹ തദൈവ ആശ്രിത സേവകാശ്ച. ഒന്നുകൂടി ഞാൻ പറയാം. അബ്രഹ്മണോ യേ പിതൃവംശജാതാ മാതുസ്തദാ വംശഭവാമദീയ. വംശദ്വയേസ്മിൻ മമ ദാസഭൂത ഭൃത്യാഹ തദൈവ ആശ്രിത സേവകാശ്ച. അടുത്തത് മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷാഹ. 4 വാക്കുകളാണ്. മിത്രങ്ങള്, കൂട്ടുകാര്. ഇപ്പൊ നമുക്ക് അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല പിതൃകർമ്മം നടത്തുക. എൻ്റെ സുഹൃത്തുക്കള്, അയാൾ LDF ആവാം, UDF ആവാം, ഇനി ഞാൻ രാജിവെച്ച മന്ത്രിയുടെ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വന്ന ആളാവാം, അല്ലെങ്കിൽ അവനവന്റെ മക്കളെയും മറ്റുള്ളവരെയൊക്കെ ജോലിക്ക് അപ്പോയിന്റ് ചെയ്തിട്ട് ലോകത്തിലുള്ളവർക്ക് ഡിസപ്പോയിന്റ്മെന്റ് കൊടുത്തവരാവാം. അവരൊക്കെ നിങ്ങളുടെ മിത്രങ്ങളാണെങ്കിൽ ഈ പിണ്ടകർമ്മം അവർക്കും ചെയ്യുന്നത് നല്ലതാണ്. പിണ്ടം അപവിത്രമാവില്ലെങ്കിൽ. അപ്പം മിത്രാണി സഖാക്കള്. LDFകാരെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്. വെള്ളായണി ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് DYFIയുടെയും SFIയുടെയും PDPയുടെയും കൊടി കുത്തിയവരെ കുറിച്ചിട്ടല്ല. ശ്രീകൃഷ്ണനെ അർജുനൻ ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി എന്നാ വിളിച്ചത്. അപ്പൊ അർജുനൻ കൃഷ്ണനെ സഖാവേ എന്ന് വിളിച്ചപ്പോഴത്തേക്കും അന്ന് കമ്മ്യൂണിസം ഈശ്വരാനുഗ്രഹം കൊണ്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആരും ആരെയും കുത്തുവാളയെടുപ്പിക്കുന്ന പരിപാടിയും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടുത്തെ സഖാവ് എന്ന് പറഞ്ഞാൽ മിത്രത്തെക്കാളും സ്ട്രോങ് ബോണ്ടേജ് ഉള്ള വ്യക്തിയാണ് സഖാവ് എന്ന് പറയുക. അപ്പോ മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷ. പശവശ്ച ശരിക്കും ആലോചിച്ച് നോക്കാം. ഞാൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ 3 കിലോഗ്രാം ഭാരമാണ് ഉദ്ദേശം ഉണ്ടായിരുന്നത്. എന്നിട്ട് ഇപ്പൊ 68 കിലോ ഭാരം ഉണ്ടായത് എങ്ങനെയാണ്? നമ്മള് ചെറുപ്പത്തിൽ അമ്മയുടെ പാല് കുടിച്ചു വളരാൻ തുടങ്ങി. പിന്നെ മുഴുവനും മൃഗങ്ങളുടെ ഉൽപ്പന്നങ്ങളും സസ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളും കഴിച്ചിട്ടാണ് നമ്മൾ ശരീരം വളർത്തിയതും ആ ശരീരം നിലനിർത്തുന്നതും. അതുകൊണ്ട് തന്നെയാണ് ധാരാളം പേര് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഉൽപ്പന്നങ്ങൾ, പാല്, തൈര്, മോര്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ചിലർ മുട്ട കഴിക്കാറുണ്ട്, ചിലർ ഇറച്ചി കഴിക്കാറുണ്ട്. അതിൻ്റെ ശരീരം തന്നെ നമുക്ക് തന്നിരിക്കാം.
കഴിയുന്നതും ചോരയും ഇറച്ചിയും കഴിക്കല്ലേ. പിന്നെ ധാരാളം മൃഗങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് തരുന്നതുണ്ട്, വൂള് തരുന്നുണ്ട്. അങ്ങനെ തേനീച്ചയാണെങ്കിൽ അതിൻ്റെ തേൻ തരുന്നുണ്ട്, വാക്സ് തരുന്നുണ്ട്. ഓരോന്ന് നോക്കിയാൽ കാക്ക മുതൽക്ക് സർവ്വതും നമ്മളെ പരോക്ഷമായിട്ട് സഹായിക്കുന്നുണ്ട്. ഈ കാട് നിലനിർത്താൻ സിംഹവും പുലിയും ഒക്കെ ഇല്ലായിരുന്നു എങ്കിൽ അത് മുഴുവനും വെട്ടിവെളുപ്പിക്കുമായിരുന്നു. ആ കാടിന്റെ പോലീസുകാരായിട്ട് സിംഹവും പുലിയും എല്ലാം ഉള്ളത് കൊണ്ട് ഇവിടുത്തെ കാലാവസ്ഥ പ്രൊട്ടക്ട് ചെയ്തു. അപ്പൊ അവരും വനത്തിന്റെ പോലീസുകാർ തന്നെയാണ്, അവരും നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ മിത്രാണി സഖ്യ വശവശ്ച വൃക്ഷാഹ, എത്ര വൃക്ഷങ്ങളുടെ ഫലങ്ങളും ഇല, കായ, പൂവ, തണ്ട് ഇത് കഴിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് നോക്കുക. ആ വൃക്ഷങ്ങളില്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ബാധകമല്ല. ഇത് നമുക്ക് നമ്മുടെ ജീവിതം തന്നെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. മറ്റൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. ഇതില്ലെങ്കിൽ ജീവിതമേ ഉണ്ടാവില്ല, നമ്മൾ തന്നെ ഉണ്ടാവില്ല. അപ്പൊ അർത്ഥം മനസ്സിലായി? മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷാ ദൃഷ്ടാശ്ച അദൃഷ്ടാശ്ച കൃതോപകാര, നേരിട്ട് വന്ന് നമ്മൾക്ക് ഉപകാരം ചെയ്തവര്, സഹായിച്ചവര്. ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, നമ്മുടെ വീട് പണിതവരുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉണ്ടാക്കിയവരുണ്ട്. മാത്രമല്ല കേരളീയരെ സംബന്ധിച്ചിടത്തോളം മുഴുവനും നോർത്ത് ഇന്ത്യക്കാരെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ജീവിക്കാറുള്ളത്. കേരളത്തിൽ ഉഴുന്നില്ല, മുളകില്ല, ജീരകയില്ല, ഉലുവയില്ല, സാമ്പാർ പരിപ്പില്ല, പട്ടാണി പരിപ്പില്ല, ഇവിടെ സവാളയില്ല, ഇവിടെ ഉരുളക്കിഴങ്ങില്ല. ഇങ്ങനെ ഓരോന്നും നോക്കാം, എല്ലാം നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് വേണം. ഇതാരൊക്കെയോ ലാർജ് സ്കെയിലിൽ കൊണ്ടുവന്നിട്ട് അതിനെ ചെറിയ ചെറിയ ബാഗുകളിൽ റീറ്റെയിൽ ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ടാണ് ഇതെല്ലാം മേടിക്കുക. അപ്പൊ ശരിക്ക് അതിൻ്റെ നമ്മൾ നിത്യ ജീവിതത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എത്രയോ ദൂരെ നിന്ന് പലരും കൊണ്ടുവന്നിട്ടാണ് നമുക്ക് തരുന്നത്. ആ നമുക്ക് തരുന്നതിൻ്റെ പുറകിൽ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പൊ ദൃഷ്ടാശ്ച, നേരിട്ട് വന്ന് സഹായിക്കുന്നവര്, അദൃഷ്ടാശ്ച, പരോക്ഷമായിട്ട് സഹായിക്കുന്നവര്, ദൃഷ്ടാശ്ച അദൃഷ്ടാശ്ച കൃതോപകാര, ജന്മാന്തരേ ഏ മമ സംഗതാശ്ച, ജന്മജന്മാന്തരങ്ങളില് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചവർ. ഒരു ജന്മത്തിൽ മാത്രമല്ല, ജന്മാന്തരേ ഏ മമ സംഗതാശ്ച, ജന്മജന്മാന്തരങ്ങളില് ഞാനുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെടാൻ, കടപ്പാടുണ്ടാകുന്ന വിധത്തിൽ ബന്ധപ്പെടാൻ ഇടവന്ന വ്യക്തികൾക്കെല്ലാം തേഭ്യ, അവർക്കായിക്കൊണ്ട് സ്വയം ഞാൻ തന്നെത്താനെ പിണ്ടബലിം ദദാമി, ഈ പിണ്ടം സമർപ്പിക്കുന്നു. അപ്പോ പിണ്ടം വെക്കുന്നതിൻ്റെ മന്ത്രമാണിത്. അബ്രഹ്മണോ യേ പിതൃവംശജാതാ മാതുസ്തദാ വംശഭവാമദീയ വംശദ്വയേസ്മിൻ മമ ദാസഭൂതാ പ്രത്യാഹ തദൈവ ആശ്രിത സേവകാശ്ച മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷാ ദൃഷ്ടാശ്ച ദൃഷ്ടാശ്ച കൃതോപകാര ജന്മാന്തരേ യേ മമ സംഗതാശ്ച തേഭ്യ സ്വയം പിണ്ടബലിം ദദാമി. ഇത് പറഞ്ഞിട്ടാണ് കയ്യിൽ പിണ്ടമുരുട്ടിയിട്ട് ദർഭപ്പുല്ലിൻ്റെ നടുക്ക് വെക്കേണ്ടത്. അതിൻ്റെ അർത്ഥം ഇനി നാളെ ഞാൻ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം, നമ്മളുടെ കുടുംബ ബന്ധങ്ങൾ എങ്ങനെയാണ് ഈ പിണ്ടം വയ്ക്കുന്നതിൽ ബന്ധപ്പെടുന്നത് എന്ന് വിവരിക്കാം. പ്രണാമം, നമസ്കാരം.